ഓരോ കാലഘട്ടത്തിലെയും ചെറുപ്പക്കാർ എല്ലായിടത്തുനിന്നും കേൾക്കുന്ന വാക്കാണത്. ഏറ്റവും മോശങ്ങളാട്ടോ. ഇതിനേക്കാൾ മോശം ഒരു തലമുറയുടെ കടന്നുപോയിട്ടില്ല. ഇപ്പോഴത്തെ ആൾക്കാരെ കുറിച്ച് പറയുന്നു. 10 വർഷം കഴിഞ്ഞാൽ ഇന്ന് കേൾക്കുന്ന ആളുകൾ വരുന്ന ആൾക്കാരെ കുറിച്ച് അത് പറയും. നമ്മൾ ഇടപെടുന്ന ആൾക്കാരുടെ നല്ലത് മാത്രം കാണാൻ സാധിക്കുക എന്നത് അതൊരു ഭയങ്കര കഴിവാണ്. പല ആൾക്കാർക്കും ഉണ്ടാവില്ല. നമ്മുടെ കീ പോയിന്റ് എന്ന് പറയുന്നത് മാറി ചിന്തിക്കുന്ന തലമുറ എന്നുള്ളതാണ്. അത് ശരിക്കും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ മാത്രമല്ല, നമ്മൾ പോലും പലതും മാറി ചിന്തിക്കുന്നൊരു അവസ്ഥയാണ്. നമ്മൾ മുമ്പ് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഇപ്പം നമുക്ക് ഓർക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വിചാരിക്കും, അയ്യേ ഞാനൊക്കെ അങ്ങനെയാണോ അന്ന് ചിന്തിച്ചിരുന്നത് എന്ന്. കുട്ടികൾ മാറുന്നതിനനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ പോലും ചിന്തകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയ ചിന്തകൾ കൊണ്ട് മാത്രമേ ഇപ്പോഴുള്ള പുതിയ തലമുറ എന്ന് നമ്മൾ പറയുന്ന ആളുകളുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ കുറച്ചെങ്കിലും അവർ പറയുന്നത് എന്താണ്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്കും മാറ്റം വളരെ അത്യാവശ്യമാണ്. അവരെന്തായാലും മാറും. അതിൻ്റെ കൂടെ നമ്മളും എങ്ങനെയാവണം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഈ മാറുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മളാണ്, നമ്മുടെ അനിയന്മാരാണ്, നമ്മുടെ അയൽവാസികളാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ കൂടെ തന്നെയുള്ള ആളുകളാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പല മാറ്റങ്ങളും നല്ലതാണ്. ചില മാറ്റങ്ങളാണ് നമുക്ക് തീരെ ദഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത്. നമ്മളെ ദഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആണ്. അപ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അടുത്ത വാക്ക് നിങ്ങളൊക്കെ തന്ത വൈബിലെത്തി അങ്കിൾമാരായിട്ടുണ്ട്, ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ഓരോ ഉപ്പമാരും ഓരോ ജ്യേഷ്ഠന്മാരും ഓരോ അധ്യാപകരും സംവദിക്കുന്ന ഓരോരുത്തരും ഇത് നേരിടുന്നൊരു പ്രശ്നമാണ്. നമ്മൾ ചെറുപ്പത്തിൽ നേരിട്ടിരുന്ന പ്രശ്നങ്ങളെയല്ല അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്നത് തന്നെ. ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശാസിക്കാൻ, അതിന് തിരുത്താൻ, അടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എളാപ്പ മൂത്തപ്പന്മാരുണ്ടാവും, അയൽവാസികളുണ്ടാവും, അങ്ങാടിയിൽ എല്ലാവരും നമ്മുടെ ഒപ്പാൻ അറിയുന്ന ആൾക്കാരായിരിക്കും. അവരൊക്കെ പിടിച്ച് കൈകാര്യം ചെയ്യും. ഇന്ന് അങ്ങനെയുള്ളൊരു സംഭവമേ ഇല്ല. എന്ന് വെച്ചാൽ അവർക്ക് എന്തും ചെയ്യാനും പറയാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യമാണ്. ഞാൻ ചില വാക്കുകളോട് ഓപ്പണായിട്ട് പറയുകയാണ് കേട്ടോ. മിമ്പറുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല ആ വാക്കുകളും. പക്ഷെ ഇവിടെ അത് മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും പറയാം. നമ്മൾ സ്കൂളിലൊക്കെ പലപ്പോഴും കുട്ടികൾ വളരെ നമ്മോട് പരാതി പറയുന്നത്, ഏകദേശം എല്ലാ ദിവസവും കേൾക്കുന്നൊരു പരാതിയാണ്, സർ ഇയാൾ ബാഡ് വേർഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാം അത് ഏതാണ് വാക്ക് എന്നുള്ളത്. നമ്മൾ ചോദിക്കും എന്താണ് പറഞ്ഞത്. അവർ പറയും എഫ് വേർഡ് യൂസ് ചെയ്തു. അത് പറയും. ചില കുട്ടികൾ, മടിയില്ലാത്ത കുട്ടികൾ അത് തുറന്നു പറയും എന്താണത് വാക്ക് എന്നുള്ളത്. മലയാളികളായ കുട്ടികൾ വരും, സർ ഇവൻ എന്നെ മലയാളത്തിൽ തെറി വിളിച്ചു. എന്താണ് വിളിച്ചത്? അപ്പോൾ കുട്ടി പറയും മാ വെച്ച് വിളിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് നീ വിളിച്ചോ എന്ന് ചോദിച്ചു. അവൻ പറയാ സർ വിളിച്ചു, പക്ഷെ അവൻ ഉദ്ദേശിക്കുന്ന വാക്കല്ല വിളിച്ചതെന്ന് പറഞ്ഞു. എന്താ വിളിച്ചത്? അവനോട് നേരിട്ട് പറയാട്ടോ, ഞാൻ മയിലേന്നാണ് വിളിച്ചത് എന്ന് പറഞ്ഞു, പീകോക്ക്. ഈ കുട്ടികളോട് നമ്മൾ എന്താ പറയുക? ആ മയിലേ എന്ന് വിളിക്കുന്ന തെറ്റല്ല എന്ന് പറയാൻ പറ്റൂ? എന്നാ പോയി എൻ്റെ വാപ്പാന് വിളി എന്ന് പറയാൻ പറ്റൂ? അവർ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വേറെയാണ്. അവൻ്റെ കാഴ്ചപ്പാടും തെറി വിളിച്ചിട്ടേ അല്ല, പക്ഷേ അവൻ്റെ ഉദ്ദേശപ്രകാരം വിളിക്കേണ്ട എല്ലാ ഫ്രസ്ട്രേഷനും തീർത്തിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അനുഭവിക്കേണ്ടവൻ അതിൻ്റെ എല്ലാ ഫലവും അനുഭവിച്ചു. ചെയ്യാത്ത തെറ്റിനൊരു കുട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ വേദനിക്കപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് താനും. ഇതിന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അല്ല. നമ്മുടെ ചങ്ങായി നമ്മൾ പറയാം, നമുക്കതൊരു യാതൊരു പ്രശ്നമുള്ള കാര്യമില്ല. അതുപോലെ അവർ ഉപയോഗിക്കുന്ന പല വാക്കുകളും നമ്മുടെ കുട്ടികളിലേക്ക് അറിയാതെ എത്തിപ്പെടുകയാണ്. അവരത് ഉപയോഗിക്കും. നമുക്കതിൽ ചെയ്യാനുള്ളത് അവരെന്താണ് കാണുന്നത് എന്നും അവരെന്താണ് കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് ബോധം നമുക്ക് വേണം.
അങ്ങനെയാണെങ്കിൽ അവർ നല്ലൊരു വഴിയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം പണ്ട് നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന അടങ്ങുന്ന കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം അതിനെന്താ, അപ്പുറത്തേക്കൊന്നുമില്ല, അതിനെന്താ. അതിൻ്റെ പ്രശ്നം നമ്മൾ ഇവരുമായിട്ട് സംസാരിക്കുന്ന ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് ക്ലിയർ ആക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെ കുറേ മാതൃകകൾ നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും സുന്ദരമായിട്ട് നമുക്ക് എല്ലാ ആളുകളെയും കൊണ്ടെടുക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുട്ടീനെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാളുടെ അടുത്ത് നിന്ന് ഒരു സാധനം വാങ്ങിക്കാനുണ്ട്. ആ കുട്ടിയോട് അത് പോയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുട്ടി അയാളുടെ അടുത്തേക്ക് ആ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി വരേണ്ട സമയം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കുട്ടിയെ ഒന്ന് തെരഞ്ഞിറങ്ങി. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിയിൽ കുറേ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച കുട്ടി അവിടെ കളി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറേ കുട്ടികൾ ഇരുന്ന് കളി കാണുന്നുണ്ട്. ആ കുട്ടിയും അവിടെ ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ അവൻ്റെ അടുത്ത് പോയി അവൻ്റെ തോളിൽ ഇങ്ങനെ തട്ടി. അങ്ങനെ പറയുന്നു, തോളിൽ ഇങ്ങനെ പതുക്കെ തട്ടുകൊടുത്ത് പിറകുന്നു. അപ്പോൾ അങ്ങ് തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അവന് ബോധം വന്നത്, നബി എന്നെ എന്തോ ഒരു കാര്യത്തിന് പറഞ്ഞയച്ചതാണ്. അവങ്ങനെ നോക്കി, ആ നോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊന്ന് ഇങ്ങനെ ഒരു പുഞ്ചിരിച്ചു കൊടുത്തുന്നു. അപ്പോൾ അവനൊരു ആശ്വാസമായി. പുഞ്ചിരിച്ചിങ്ങനെ നോക്കിയപ്പോൾ അവനും ചിരിച്ചു കൊടുത്തു. അപ്പോൾ അവൻ ഇങ്ങനെ എണീറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എന്തേടാ പറ്റിയതെന്ന് ചോദിച്ചു. പോയില്ലേ എന്ന് ചോദിച്ചു. മറുപടി ഒന്നും പറഞ്ഞില്ല. ആ ചെക്കൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത് ശ്രദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെന്നിട്ട് അവൻ്റെ തോളിൽ പതുക്കൊന്ന് തട്ടുകയാണ്. ഇവിടെ ഇതാണ് തോളെന്നുള്ള സ്ഥലം. അത് വളരെ അടുപ്പത്തോടെയും സ്നേഹത്തോടെയും മാത്രമേ അത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ചേർത്ത് പിടിക്കൂലേ, അതാണത്. അവിടെ കുട്ടി അവിടെ കംഫേർട്ട് സോണിലായി. പിന്നെ ഒന്ന് ചിരിച്ചു കൊടുത്തു. കുട്ടിയുടെ എല്ലാ ആദിയും പോയി. പിന്നെ ചേർത്ത് പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്, എന്തേടാ പറ്റിയത്. നമ്മളടുത്ത് നിന്ന് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് മൂന്നും ഉണ്ടാവില്ല. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ആദ്യം തീർക്കുക നമ്മുടെ ദേഷ്യമാണ്. ആ ദേഷ്യം നമ്മൾ തീർക്കാനുള്ള കാരണം തിരിച്ചിങ്ങോട്ടൊന്നും ചെയ്യൂല എന്നുള്ള ഉറപ്പാണ്. എത്ര ആയി കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞിങ്ങോട്ടന്നെ വരുമല്ലോ. ആ ഒരു ഉറപ്പുകൊണ്ട് നമ്മൾ നമ്മുടെ ദേഷ്യം ആദ്യം തീർക്കും. അത് കൈകൊണ്ടായിരിക്കാം, മറ്റുള്ള ഉപകരണങ്ങൾ എന്തും ആയിരിക്കാം. പക്ഷെ അതോടുകൂടി ആ കുട്ടി നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സാധ്യത കുറയാണ്. കുട്ടിയാവട്ടെ, ടീനേജുകാരനാവട്ടെ, യുവാക്കളാവട്ടെ, ആരും. പിന്നീട് നമുക്ക് അങ്ങോട്ടൊരു എൻട്രൻസ് കിട്ടുന്നില്ല. ആ എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് ആദ്യം വേണ്ടത് അപാരമായ ക്ഷമയാണ്. അതില്ലാതെ ഒരു പരിപാടി നടക്കൂല. അതിങ്ങനെ ഏത് സമയത്തും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അടങ്ങട്ടോ, മിണ്ടല്ലട്ടോ, ഇതല്ലട്ടോ ഉപയോഗിക്കേണ്ട ടോണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചമർത്തും. ഒരു പക്ഷേ ആ ദേഷ്യം ഇങ്ങനെ വരുന്നത് നമുക്കത് എക്സ്പ്രസ് ചെയ്തേ പറ്റുണ്ടാവുള്ളൂ. പക്ഷേ ആ ദേഷ്യത്തോട് നമ്മൾ എന്ത് പറഞ്ഞാലും ശരി, ആ കേൾക്കുന്ന ആള് അതനുസരിക്കൂല, അവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പം അത് കൺട്രോൾ ചെയ്തിട്ട് വേണം പറയാൻ. ഇനി അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പ്രശ്നമാണെന്ന് വിചാരിക്കാം. നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ചില ചിത്രങ്ങളുണ്ട്, നമ്മൾ എന്തിനങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്ഥിരതാമസമാണ്. അദ്ദേഹം പോകില്ല, എങ്ങോട്ടും പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോകുന്നു അവിടെയൊക്കെ അദ്ദേഹം ഉണ്ടാവും. പ്രവാചകന്റെ വീട്ടിൽ തന്നെയാണ് താമസം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കണീറ്റിട്ട് ഇങ്ങനെ പുറത്തു പോയി വരുമ്പോൾ, ജസ്റ്റ് ഒന്ന് പുറത്തിങ്ങനെ ഇറങ്ങി കയറുന്ന സമയത്ത് അനസ് റളിയല്ലാഹു ഇങ്ങനെ കരയുന്നുണ്ട്. ഭയങ്കര സങ്കടത്തോടെ കരയാണ്. ശബ്ദങ്ങളൊന്നുമില്ല, പക്ഷെ ഭയങ്കരമായിട്ട് കണ്ണീര് വരുന്നുണ്ട്. തിരുമേനി ചോദിച്ചു, അല്ല നീ എന്തിനാണ് ഇപ്പോൾ കരയുന്നത്? അനസ് റളിയല്ലാഹു പറഞ്ഞു, പ്രവാചകരെ,
താങ്കൾ ഞങ്ങളോടൊക്കെ നേതാവല്ലേ? താങ്കൾ ഇങ്ങനെ കിടന്ന് ഉറക്കം കഴിഞ്ഞ് എണീറ്റ് പോയപ്പോൾ നിങ്ങളുടെ പുറത്ത് ഞാൻ കുറേ പാടുകൾ കണ്ടു. കയറിൻ്റെ പാടുകളാണ്, കിടന്ന് എണീറ്റ് പുറത്തുണ്ടായിട്ടുള്ള പാടുകളാണ്. ആൾക്കാരൊക്കെ ഇതിലും സുഖമായിട്ടല്ലേ കിടക്കുന്നത്. നമ്മൾ എന്തിനാണ് പ്രവാചകരെ താങ്കൾ ഇപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടി കിടക്കുന്നത്? നമ്മളെന്താണ് ഇപ്പോഴും ഇത്ര ബുദ്ധിമുട്ടിൽ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഇതാണ്: ലന അൽ ആഖിറ. 2 വാക്കേ പറഞ്ഞുള്ളൂ. ലന അൽ ആഖിറ. അനസേ, നമുക്ക് പരലോകമില്ലടോ. അനസേ, നമുക്ക് പരലോകമില്ലടോ. അനസ് പിന്നെ ഒന്നും മിണ്ടിയില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കെന്ത് പറ്റുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ചിത്രമാണ്, ഒരു വാക്കാണത് ലന അൽ ആഖിറ. നമുക്ക് പരലോകമുണ്ട്. ഇപ്പം നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ പോകുന്ന ആൾക്കാരായിരിക്കും. ഒന്ന് കഴിയുമ്പോഴേക്ക് അടുത്ത് വരും. എന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഒരിക്കലും നമ്മളെക്കുറിച്ച് ഉണ്ടാവുമെന്ന് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ അടുത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്കൊട്ടും സഹിക്കാനാവാത്ത പലതും സംഭവിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാകുന്ന സമയത്ത്, ആദർശത്തിൽ നിൽക്കുന്ന ആൾക്കാരാകുന്ന സമയത്ത്, സംഘടനയിൽ നിൽക്കുന്ന ആൾക്കാരാകുന്ന സമയത്ത്, പ്രവർത്തിക്കുന്ന ആൾക്കാരാകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഒട്ടും ഇഷ്ടമില്ലാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ചിന്തിക്കേണ്ട 2 കാര്യം: ഒന്ന് ലന അൽ ആഖിറ. അടുത്തത്, നമ്മൾ ഒരുപാട് സദസ്സുകൾ കേട്ടിട്ടുള്ള കാര്യമുണ്ടല്ലോ, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. യൂസുഫ് നബി അലൈഹി സ്വലാം 2 ദുരന്തങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഒന്ന്, അദ്ദേഹം കിണറ്റിൽ ഇടപെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കിണറ്റിൽ ഇടപെടാനുണ്ടായ കാരണം കൂടപ്പിറപ്പുകൾക്ക് അദ്ദേഹത്തോട് അസൂയ ഉണ്ടായി. വേറൊരു കാരണം അതിലില്ല. യൂസുഫ് നബി അലൈഹി സ്വലാം ഉഷാറായിട്ട് നിന്നപ്പോൾ, ഉപ്പാന്റെയും ഉമ്മാന്റെയും സ്നേഹം യൂസുഫ് നബി അലൈഹി സ്വലാം നല്ലോണം കിട്ടിയപ്പോൾ കൂടെയുള്ള ആളുകൾക്ക് അസൂയ വന്നു. അവർ യൂസുഫ് നബി അലൈഹി സ്വലാം പിടിച്ച് കിണറ്റിലിട്ടു. അദ്ദേഹം തെറ്റ് ചെയ്തുകൊണ്ടല്ല, അദ്ദേഹം അതിന് അർഹനായതുകൊണ്ടുമല്ല. പക്ഷെ കൂടെയുള്ളവരുടെ ചില പ്രവൃത്തികൾ അദ്ദേഹത്തെ അവിടെ കൊണ്ടെത്തിച്ചു. രണ്ടാമത്തേത്, അദ്ദേഹം ജയിലിലകപ്പെട്ടു. അദ്ദേഹം മനസാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിൽ പല ആളുകളും ആ തെളിവുകൾ മുഴുവൻ അദ്ദേഹത്തിന് അനുകൂലമായിട്ടും തെളിവുകൾ എതിരായിട്ട് ആൾക്കാരെ വ്യാഖ്യാനിച്ചു. ആളുകൾ മുഴുവൻ അദ്ദേഹത്തിനെതിരിൽ തിരിക്കുന്നതിൽ എന്നെ കുറ്റപ്പെടുത്തി നിങ്ങളൊന്നും കുറ്റപ്പെടുത്താനായിട്ടില്ല എന്ന് പറയുന്നതിൽ സുലൈഖ വിജയിക്കുകയും ചെയ്തു. അതും തെറ്റിയതുകൊണ്ടല്ല, കുറെ ആൾക്കാരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിലും ചില ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാം ഇരയായിട്ട് മാറി. അദ്ദേഹം അറിഞ്ഞതേയല്ല, പ്രതീക്ഷിച്ചതേയല്ല, വിചാരിച്ചതേയല്ല, പക്ഷെ അദ്ദേഹം പെട്ടു. നമ്മളിങ്ങനെ കുട്ടികളോട് ഇടപെടുന്ന സമയത്ത്, നമ്മൾ ഈ ആൾക്കാരോട് നല്ല രീതിയിൽ പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നേരിടേണ്ടി വരും. ആ സമയത്ത് നമ്മളിതിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്തിനെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ലന അൽ ആഖിറ. നമുക്ക് പരലോകമുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഇവിടെ ചില കഷ്ടപ്പാട് ഉറപ്പായിട്ടുണ്ടാവും. ഇതൊന്നൊരിക്കലും തിരിച്ചൊരു വരവില്ല എന്നുള്ള രൂപത്തിൽ തന്നെ കഷ്ടപ്പാടുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ വരിഞ്ഞു മുറുക്കും. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാവണം ലന അൽ ആഖിറ. പിന്നെ അതോടൊപ്പം നമ്മൾ പറയുന്നത് ബാക്കിയുള്ള ആളുകളുടെ മനസ്സിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നന്നാവണം എന്നുള്ളതാണ്. മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ ഒരു മനുഷ്യൻ നമ്മൾ തിരിഞ്ഞു നോക്കൂല. ഒരാളും ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഒരു ഗോത്ര വിഭാഗം ഇങ്ങനെ വന്നു. അപ്പോൾ അവിടുത്തെ വന്ന ആളുകൾ മുഴുവൻ നല്ല വെളുപ്പാണ്, നല്ല തേജസ്സുള്ള മുഖമാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തുള്ള ഒരു സ്വഹാബി പറഞ്ഞു, നല്ല തെളിച്ചമുള്ള ജ്വലിക്കുന്ന മുഖമാണ്, നല്ല തെളിച്ച് നല്ല ജ്വലനമുള്ള മുഖം. അടുത്തിൻ്റെ സ്വഹാബി പറഞ്ഞു, ഉമർ അഹ്ലുന്നാർ എന്ന് പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ല ജ്വലിച്ച് നിൽക്കുന്ന മുകളിലുള്ള ആൾക്കാരെന്നാണ്. പക്ഷെ അർത്ഥം വന്നത് നരകത്തിൻ്റെ ആൾക്കാരെന്നുള്ളതാണ്. ഉമർ ചോദിച്ചത് എന്താ അങ്ങനെ പറഞ്ഞത് അഹ്ലുന്നാർ? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവരുടെ മുഖമൊക്കെ കണ്ടില്ല, നല്ല തെളിച്ചത്തോടെ നിൽക്കല്ലേ. അപ്പോൾ ഉള്ള പറഞ്ഞു, ഉദ്ദേശം ശരിയാണ്, താങ്കൾ ഉപയോഗിച്ച വാക്കുകൾ ഒട്ടും ശരിയായിട്ടില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം അഹ്ലുല്ലാഹ്, വെളിച്ചത്തിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ മതി. അഹ്ലുന്നാർ എന്ന് പറയേണ്ട ആവശ്യമില്ല.
നമ്മൾ കൂടെയുള്ള ആളുകളെ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, അവർ അഭിസംബോധന ചെയ്യുന്ന ഓരോ വാക്കുകളിലും അവർ ഇഷ്ടപ്പെടുന്നത് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവർ കേൾക്കൂല. നമ്മൾ പറയുന്നത് ഉറപ്പായിട്ടും കേൾക്കൂല. കാരണം അവർക്ക് കേൾക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെന്നെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത്, വേണ്ടതുപോലെ സംസാരിച്ച്, വേണ്ടതെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു വാക്ക് അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ കേൾക്കൂല. നമ്മൾ പോലും കേൾക്കൂല. നമ്മൾ പോലും കേൾക്കാത്തൊരു സംഭവം നമ്മളെക്കാൾ ചെറിയ ആൾക്കാർ കേൾക്കുന്നു പറയുന്നത് വിചാരിക്കുന്നത് മൗഢ്യമല്ലേ? അപ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ നമ്മൾ കണ്ടെത്തണം. അതനുസരിച്ച് വേണം അവരെ ഉപദേശിക്കേണ്ടതും അവരുമായിട്ട് പെരുമാറേണ്ടതും. എപ്പോഴും അവരിലെ നന്മകൾ നമ്മൾ കാണണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ അന്നത്തെ ഏറ്റവും അലമ്പ് ജനറേഷൻ അതായിരിക്കും. ഓരോരുത്തരുടെ ഇപ്പം 60 വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ട് വിചാരിക്കാം. അവരെക്കുറിച്ച് അന്നത്തെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ടാവുക, ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ആൾക്കാർ നിങ്ങളാണെന്നുള്ളതാണ്. 80 വയസ്സുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും. ഓരോ കാലഘട്ടത്തിലെയും ചെറുപ്പക്കാർ എല്ലായിടത്തുനിന്നും കേൾക്കുന്ന വാക്കാണത്, ഏറ്റവും മോശങ്ങളാട്ടോ. ഇതിനേക്കാൾ മോശം ഒരു തലമുറയുടെ കടന്നു പോയിട്ടില്ല. ഇപ്പോഴത്തെ ആൾക്കാരെ കുറിച്ച് പറയുന്നു. 10 വർഷം കഴിഞ്ഞാൽ ഇന്ന് കേൾക്കുന്ന ആളുകൾ വരുന്ന ആൾക്കാരെ കുറിച്ച് അത് പറയും. നമ്മൾ ഇടപെടുന്ന ആൾക്കാരുടെ നല്ലത് മാത്രം കാണാൻ സാധിക്കുക എന്നത് അതൊരു ഭയങ്കര കഴിവാണ്. പല ആൾക്കാർക്കും ഉണ്ടാവില്ല. തെറ്റുകൾ ഒരുപാട് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ ഇങ്ങനെ സംസാരിക്കുന്നിടയിൽ ഞാൻ ചില വാക്കുകൾ എത്ര വട്ടം ഉപയോഗിച്ചു എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം മുമ്പ് പറഞ്ഞതാണെന്ന് അറിയുന്ന ആൾക്കാരുണ്ടാവാം. അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യും. അതത്ര നല്ല കാര്യങ്ങളല്ലല്ലോ. നന്മ കൃത്യമായിട്ട് ആൾക്കാരുടെ നിന്ന് കണ്ടെത്തുകയും അത് അവരോട് പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. നമ്മൾ ഓരോരുത്തരുടെയും നന്മ കാണാൻ പറ്റണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കുറിച്ച് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആൾക്കാർ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അതിസമ്പന്നൻ, എല്ലാ നന്മകളും ചെയ്ത് സ്വർഗം അങ്ങനെ ഉറപ്പിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മറ്റൊരു സ്വഹാബി ത്വൽഹ റളിയല്ലാഹു അൻഹു. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് ഭയങ്കര കൂട്ടുകാരായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് ഒരു മകനുണ്ടായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ മകൻ അദ്ദേഹം പേരിട്ടത് ത്വൽഹ എന്നാണ്. ത്വൽഹത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഈ ത്വൽഹ, അബ്ദുറഹ്മാൻ ഔഫിൻ്റെ മകൻ ത്വൽഹയും അതിസമ്പന്നനായിരുന്നു. നല്ല പൈസ ഉണ്ട്, നല്ല ബിസിനസ് ഉണ്ട്, കൃഷികളുടെ എല്ലാം ഉണ്ട്. അതോടൊപ്പം നല്ല ഒരുപാട് സൗഹൃദങ്ങളും അദ്ദേഹത്തിനുണ്ട്, സുഹൃത്ത് വലയങ്ങൾ. പല ദിവസങ്ങളും വീടുകളിൽ നല്ല വിരുന്നുണ്ടാവും. ഇത് നന്നായിട്ട് കൊടുക്കും, നല്ല ഭക്ഷണം കൊടുക്കും. ചോദിച്ചു വരുന്നവർക്കെല്ലാം വാരിക്കോരി പൈസ കൊടുക്കും. സ്വതക്കയാണ്. അദ്ദേഹം അതേ വിചാരിക്കുന്നുള്ളൂ. എന്താണോ വേണ്ടത് ആവശ്യക്കാർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുഴുവൻ കൊടുക്കും. ഇതിങ്ങനെ ഭയങ്കര ദാനശീലമായ സമയത്ത് ഒരിക്കൽ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെന്തിനാ ഇത്രയും കൊടുക്കുന്നത്? ഇതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ആവശ്യമുള്ളത് കൊടുത്താൽ പോരെ, കുറച്ചൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചൂടെ, എന്തിനാ ഇത്ര അധികം കൊടുക്കേണ്ട ആവശ്യം? അദ്ദേഹം അത് മൈൻഡ് ചെയ്തതേയില്ല. കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ ത്വൽഹത്ത് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സാമ്പത്തികമായിട്ട് നന്നേ പരാജയപ്പെട്ടു. ഒന്നുമില്ലാത്ത അവസ്ഥയായി. സ്ഥിരം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിരുന്ന കൂട്ടുകാർ മുഴുവൻ വരവ് നിർത്തി. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് സന്ദർശിക്കാൻ വരുന്ന ആളുകൾ നിന്നു, ആസ്വദിക്കാൻ വരുന്ന ആളുകൾ നിന്നു, ഒന്നൊപ്പം കൂടാൻ വന്നിരുന്ന ആൾക്കാരൊക്കെ നിന്നു. ആരും പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുക്കാതെയായി. ഇത് കണ്ടപ്പോൾ ഭാര്യ അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി? നിങ്ങൾ നല്ല കാലത്ത് അവരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം ക്ഷയിച്ച സമയത്ത് ഒരാളും ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ത്വൽഹത്ത് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, അവരെൻ്റെ നല്ല കൂട്ടുകാരായതുകൊണ്ടാണ് വരാത്തത്. ഭാര്യ ചോദിച്ചത്, എന്താ നല്ല കൂട്ടർ ഈ സമയത്തല്ലേ വരേണ്ടത്? അതേ പറഞ്ഞല്ല, ഞാൻ ഈ സമയത്ത് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തവനാണ്. ഈ സമയത്ത് അവരുടെ വരവ് എന്നെ പ്രയാസപ്പെടുത്തേണ്ട, എനിക്ക് കൂടുതൽ ഞെരുക്കമുണ്ടാവേണ്ട എന്ന് കരുതിയിട്ടാണ് അവരാരും ഇപ്പം എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ആ രൂപത്തിലെടുത്തത്. നമ്മളാണെങ്കിൽ എന്തായിരിക്കും പറയാം?
പൈസ ഉണ്ടായപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പോയപ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല. അതൊരു ചിന്തയുടെ മാറ്റമാണ്. തൊൽഹ പറയുന്നത് എങ്ങനെയാണ്? എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ നല്ല സുഹൃത്തുക്കൾ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ആ നന്മകൾ ഓരോരുത്തരിലും കാണാൻ നമുക്ക് സാധിക്കണം. അത് എവിടെ നിന്ന് തുടങ്ങുമെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ഭാര്യ, ഭർത്താവ്, ഉപ്പ, ഉമ്മ, മകൻ, മകൾ, ഈ 6 ആളുകളെ കുറിച്ചും നമുക്കൊരു കാഴ്ചപ്പാടും പെരുമാറേണ്ട ബോധവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായിട്ട് അവരോട് നമുക്ക് പറയാനുള്ളത് മുഴുവൻ പറയാം. അവരോട് പറയാം, അതുവഴി ബാക്കിയുള്ള എല്ലാ ആൾക്കാരോടും പറയാം. ആ കുടുംബത്തിൽ നന്നായിട്ടില്ല എങ്കിൽ നമുക്ക് പുറത്ത് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, എവിടെ പറഞ്ഞിട്ടും കാര്യമില്ല, അതിനുള്ള സ്വീകാര്യത ലഭിക്കൂല, അത് ഉള്ളിലേക്ക് ഇറങ്ങൂല. ഓരോരുത്തരെ കുറിച്ചും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണം. നമ്മുടെ ഉപ്പാനെ കുറിച്ച് വേണം, ഉമ്മാനെ കുറിച്ച് വേണം, ഭാര്യയെക്കുറിച്ച് വേണം, ഭർത്താവിനെ കുറിച്ച് വേണം, ആൺകുട്ടിയെ കുറിച്ച് വേണം, പെൺകുട്ടിയെ കുറിച്ച് വേണം. ആ ഉണ്ടാവേണ്ട കാഴ്ചപ്പാട് കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉപ്പയെ എങ്ങനെ കാണണമെന്നും ഉമ്മയെ എങ്ങനെ കാണണമെന്നും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് നമുക്കൊരു ബോധം വേണം. കുറേ ആളുകൾ ഇതിൽ ഉപ്പമാരാണ്, കുറേ ആളുകൾക്ക് ഇതിൽ ഉപ്പമാരുണ്ടാവും, ചില ആളുകളുടെയൊക്കെ ഉപ്പ മരിച്ചിട്ടുണ്ടാവും. ഉമ്മയും അതുപോലെ തന്നെ മാതാപിതാക്കൾ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളാവുന്ന ആളുകളും ഇതിലുണ്ട്. എന്തായി കഴിഞ്ഞാലും ഓരോ ഉപ്പാക്കും ഉമ്മാക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സ്വാധീനം ഭയങ്കരമാണ്. ഉപ്പയെയും ഉമ്മയെയും ഒക്കെ ആ രൂപത്തിൽ തന്നെ നമ്മൾ കാണുവാൻ ശ്രമിക്കണം. പണ്ടത്തെ കുറേ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറിക്കഴിഞ്ഞാലും ശരി, പലപ്പോഴും ഒരു പ്രായം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ മക്കളൊക്കെ ഒന്ന് വലുതാവുന്ന സമയത്ത് ചെറുപ്പക്കാരായ ഉപ്പമാരും, ഇപ്പോൾ 80-90 കിഡ്സ് ആണല്ലോ ഒരു കൗമാരക്കാരുടെ ഉപ്പമാർ, അവരും പഴയ നമ്മുടെ ഉപ്പമാരുടെ സ്വഭാവത്തിലേക്ക് പോകും. ഭയങ്കര കാർക്കശ്ശേരിക്കും. അത് അറിയാതെ വരും. ഒരുപക്ഷെ ജീവിതം അങ്ങനെ പഠിപ്പിക്കും അല്ലെങ്കിൽ ആക്കി തീർക്കും. അത് അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും. നമ്മളൊക്കെ പണ്ട് അനുഭവിച്ചത് ഇന്ന് അനുഭവിക്കുന്ന ഒരു പക്ഷെ നമ്മുടെ മക്കളായിരിക്കും. ആ മക്കൾ അറിയണം, ഇന്ന് ഉപ്പമാരുണ്ടെങ്കിൽ ആ ഉപ്പമാരെ കുറിച്ച് നമുക്കും ഉണ്ടാവേണ്ട ഒരു ബോധം. ഒരു കാർക്കശ്യക്കാരനായിട്ടൊരു മരമൊന്നല്ലപ്പ. ഉപ്പാന്റെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ചതിലും ഒരുപാട് സുഖങ്ങൾ നമുക്ക് വേണ്ടി ത്യജിച്ചതിലുമുള്ള ആ പ്രയാസങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാവത്തിലും സംസാരത്തിലുമൊക്കെ കാണുന്നത്. ഉള്ളിലെപ്പോഴും നമ്മുടെ സന്തോഷവും സമാധാനവും മാത്രം കൊതിക്കുന്ന ഒരാളാണ് ഉപ്പ, വേറൊന്നുമല്ല. ഇപ്പോഴും നമ്മൾ പൈസ കുറച്ച് ടൈറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉപ്പമാരും അവരുടെ ബന്ധങ്ങൾ വെച്ച് നമുക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി തരും. കാർക്കശ്യക്കാരനൊരു കൊടിമരല്ലപ്പ. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അത് നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ അധ്വാനിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത്. ഉപ്പയെക്കുറിച്ച് നമുക്ക് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവണം. ഉമ്മയെക്കുറിച്ച് ഉണ്ടാവേണ്ട കാഴ്ചപ്പാട്, നമുക്കെവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും ശരി നമുക്ക് ഒരു മറയുമില്ലാതെ തുറന്നു പറയാനുള്ള മനസ്സും ചാരിക്കിടക്കാനുള്ള ഒരു മടിയുമുള്ള ആളാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉമ്മ കൊടുക്കണം. നല്ലോണം ചീത്ത പറയും, കിട്ടിയ കയ്യിൽ വെച്ച് അടിക്കും, എന്തു പറഞ്ഞാൽ ഇപ്പോൾ ചീത്തായിരിക്കും. പക്ഷേ അവരുടെ ഉള്ള് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കാനും നമ്മുടെ സങ്കടങ്ങൾ അറിയാനും അതിനൊന്ന് തലോടാനുമുള്ള ഒരാളാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ഓരോ ഉമ്മമാരും അങ്ങനെ ആവുകയും വേണം. നിങ്ങളുടെ മക്കൾക്ക് എന്ത് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുമെന്നുള്ള ഒരു ബോധവും വിശ്വാസവും ഓരോ ഉമ്മയും കൊടുക്കണം. മക്കൾ ഉമ്മാനെ അങ്ങനെ കാണണം, ഉമ്മ മക്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അടുത്തത് ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത്. പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ 90% അവരാണ്. അങ്ങനെ തന്നെ പറയാണ്, 90% ഭാര്യമാരാണ്. അവർ നമുക്കായി സമയം ചെലവഴിക്കുന്നത് കൊണ്ടും നമ്മുടെ വീടിനെയും നമ്മുടെ മക്കളെയും അവർ കൃത്യമായി പരിഗണിക്കുന്നത് കൊണ്ടുമാണ് നമുക്കിവിടെ നിന്നിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നത്. അവരില്ല എങ്കിൽ നമ്മുടെ വ്യക്തിത്വമോ നമുക്ക് പുറത്ത് കിട്ടുന്ന അംഗീകാരമോ ഒന്നുമില്ല. അവരുടെ ആവശ്യങ്ങൾ മാത്രമല്ല, അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ അംഗീകരിക്കണം.
നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കാനുള്ള ഒരാളായിട്ടല്ല, അവരുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് മാറാൻ നമുക്ക് പറ്റണം. അതിന് പ്രായത്തിൻ്റെ പരിധിയൊന്നുമില്ല. മനുഷ്യൻ മരിക്കോളം ആഗ്രഹങ്ങളുണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും. അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ അതല്ല, അവരുടെ ഇഷ്ടങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ട് ഭർത്താവിന് മാറാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നല്ല വിലയുണ്ടാവും. അടുത്തത് ഭർത്താവിനെ കുറിച്ച് പറയാനാണ്. സ്ത്രീകൾ, ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ സമയവും ആരോഗ്യവും അധ്വാനവും മുഴുവൻ ആ കുടുംബത്തിനായിട്ട് ചെലവാക്കിയ ആളുകളാണ്. ഏത് സമയത്തും സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല കെയറിങ് കൊടുത്ത് പാമ്പർ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നാളെ എങ്ങനെ ഓടിക്കും എന്നുള്ള, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുള്ള ചിന്തയിലായിരിക്കും. ആ സമയത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ എന്തേ പറ്റിയതെന്ന് തലോടാൻ ആൾക്കാർ ഉണ്ടായിക്കൊള്ളുന്നില്ല, അവർ കഴിഞ്ഞോളുന്നില്ല. അവർ അതിലും വലിയ പ്രയാസത്തിലേക്ക് മക്കളെ കുറിച്ച് ആലോചിച്ചിട്ട്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. ആ പരിഗണന എപ്പോഴും കൊടുക്കണം, ആ അംഗീകാരം കൊടുക്കണം. ഇതൊക്കെ എൻ്റെ ആങ്ങളെ ഉപ്പയൊക്കെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്, അത്രയൊന്നും നിങ്ങളില്ലല്ലോ എന്നുള്ള വാക്ക് അവരോട് പറയരുത്. പല ആൾക്കാരും പറയുന്നതാണ്, ഇതൊക്കെ എനിക്ക് അന്നേ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല അവർ നിങ്ങൾക്ക് ഓരോന്ന് ചെയ്തു തരുന്നത്. അവർക്ക് അംഗീകാരം കൊതിക്കുന്നൊരു മനസ്സ് അവർക്കുണ്ട്. അതിലൊന്ന് അംഗീകരിച്ചു കൊടുത്താൽ മതി. നമ്മൾ സോപ്പിടുന്ന പറയില്ല, അത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല ഒരു ബന്ധമായിട്ടത് പോകും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കൂട്ടരും അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാനുള്ള സ്പേസ് അവിടെ നന്നായിട്ടുണ്ടാവും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കും, നമ്മുടെ മക്കളും കേൾക്കും. അടുത്തത് ആൺകുട്ടികളെ കുറിച്ച് പറയാനാണ്. ഉപ്പ റോൾ മോഡൽ ആവണം ആൺകുട്ടികൾക്ക്. തൻ്റെ ഉപ്പയെപ്പോലെയാവണമെന്ന് ഓരോ ആൺകുട്ടിയും പറയണം. അതിനനുസരിച്ച് ഉപ്പ കൂടെ സ്വഭാവം, ഉപ്പാൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നന്നാക്കണം. ചെറുപ്പത്തിലെ റോൾ മോഡൽ ഉപ്പയാവണം. വലുപ്പമായി കഴിഞ്ഞാൽ അത് മാറാൻ പാടില്ല. ഏറ്റവും നല്ല രീതിയിൽ ഉപ്പാൻ്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റുന്ന, ഉപ്പാൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മാറണം. പെൺകുട്ടികളെ കുറിച്ച് പറയാനുള്ള കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിലുള്ള സംസാരവും പക്വതയാർന്ന പെരുമാറ്റവും പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. ഊന്നി പറയാണ്, നല്ല രീതിയിലുള്ള സംസാരം, പക്വതയാർന്ന പെരുമാറ്റം. സംസാരത്തിലാണ് പലപ്പോഴും പാളി പോവുക. പ്രത്യേകിച്ച് ക്യാമ്പസുകൾ ചെന്ന് കഴിഞ്ഞാൽ വർത്താനം പറയുന്നതിന് അത് ലൈസൻസ് ഇല്ലാത്ത തോന്നുന്നതെന്തും പറയുക എന്നുള്ളതാണ്. നമ്മുടെ സംസാരം എപ്പോഴും മാന്യമാവണം. നമ്മൾ പറയുന്ന ഓരോ വാക്കിലും ചാൻസുകൾ തേടി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് ഒരു ചെറിയ തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്തിനും റെഡിയാണെന്നുള്ള പിക്ചർ ഒരാൾക്കും കൊടുക്കരുത്. പെരുമാറ്റം പക്വമാവണം, സംസാരം മാന്യമാവണം. ഒരു കാര്യം രക്ഷിതാക്കളോട് ചേർത്ത് പറയട്ടെ, ആൺകുട്ടികൾ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകും, ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് കിട്ടും. പക്ഷേ പെൺകുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ഓരോ ആഴ്ചയിലും അവർ പള്ളിയിൽ പോയിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവർ പോയിട്ടില്ലെങ്കിലും അതിനനുസരിച്ച് എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുവാനുള്ള കുറച്ച് സമയം കുടുംബത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം, അവർക്ക് നൽകണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ എഫക്റ്റീവ് ആകും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അഭിസംബോധനകൾ, സംസാരത്തിൻ്റെ ശൈലിയും രീതിയും പെരുമാറ്റവും ചേർത്ത് പിടിക്കലും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ കേൾക്കും. അതല്ല എങ്കിൽ അവർ വിചാരിക്കുന്നത് പോലെ അവരെ ട്രീറ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ജാഗ്രത നമുക്ക് വേണം, അവരെ ഉത്തമ ബോധ്യവും വേണം. അതിനനുസരിച്ച് നമ്മുടെ വാക്കുകൾ, പെരുമാറ്റങ്ങൾ, അടുപ്പങ്ങൾ എല്ലാത്തിനെയും നമ്മളൊന്ന് ഒരുമിച്ച് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് ഈ പുതിയ തലമുറയെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. നമ്മുടെ കൂടെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും സാധിക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറുവാനും മാറ്റുവാനും നമുക്ക് സാധിക്കും. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ആളുകളോടും പെരുമാറുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.